ഉരുൾപൊട്ടലിൻ്റെ പ്രഭവസ്ഥാനത്തിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്ന, അതായത് 3-4 വീടുകൾക്ക് തൊട്ട് താഴെ താമസിക്കുന്ന മുബീർ എന്ന് പറയുന്ന ആൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായതാണ്. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കും. ഇതിൻ്റെ തൊട്ട് മുകളിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ? അതെ, ഇതിന് തൊട്ട് മുകളിൽ വെള്ളലിപ്പാറ പറഞ്ഞ സ്ഥലമുണ്ട്. ഒരു വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ മലൻ്റെ സൈഡുകളിലായിട്ടാണ് വരുന്നത്. ഇവിടെ ആദ്യത്തെ വീടിന് വലിയ പറ്റിയില്ല, നമ്മളവിടെ പോയിരുന്നു. അവിടുന്ന് താഴേക്കാണ് അല്ലേ? അതിൻ്റെ സൈഡിലുള്ള വീടുകൾ, ഈ കോളനി ഏരിയയിൽ കോളനി വീടുകൾ അതേപോലെ തന്നെ ഉണ്ട്. സൈഡിലുള്ള വീടുകൾക്ക് എന്ന് വെച്ചാൽ പുഴയോട് അടുപ്പിച്ച വീടുകൾ, ഏറ്റവും മുകളിലെ കാര്യമാണ് പറയുന്നത്. ഈ പുഴയോട് അടുപ്പിച്ചിട്ടുള്ള വീടുകൾക്കാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് വൈഡായിട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. മുകളിൽ വലിയ വീതിയില്ല. മുകളിൽ വലിയ വീതിയില്ല തുടങ്ങിയ സ്ഥലം ഇല്ലല്ല, വലിയ വീതിയില്ല. വീതിയില്ല എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഒരു 2 വർഷം മുമ്പ് ഇവിടെ പൊട്ടിയതാണ്. ആ സമയത്ത് ഇത്ര തന്നെയാണ്, ആ ഏരിയകളിൽ കാണുന്നത് പോലെ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി കൂടുതൽ ഹൈറ്റിലായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ആ കല്ലുണ്ടായത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. പക്ഷെ താഴേക്ക് വരുമ്പോൾ വൈഡായിട്ട് ഇതിങ്ങനെ വരികയാണ് ചെയ്തിട്ടുണ്ടായത്. സന്തോഷമുള്ളത് ഈ തകർന്ന വീട്ടിൽ ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നമുക്ക് ആ മുബീറോട് തന്നെ ചോദിക്കാം. എന്താണ് അതിൻ്റെ ഒരു കാരണം? ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആക്ച്വലി. എന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വേറെ വീട്ടിലേക്ക് മാറി. ഇവിടെ സേഫ് അല്ല, താഴെയാണ് സേഫ് വരേണ്ടത്. അവിടേക്കാണ് അവരെല്ലാം മാറിയിട്ടുള്ളത്. ആ സമയത്ത് താഴെ പിന്നെ മുണ്ടക്കൈ ടൗണിൽ പോയിട്ടാണ് അവർ താമസിച്ചത്. പക്ഷേ ഇവിടെ ഏകദേശം കുറേ വീടുകൾ, ഈ വീടുകൾക്കൊക്കെ ഇങ്ങനത്തെ അവസ്ഥയാണ്. അപ്പം നമുക്ക് കണ്ടിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ താഴെ മുണ്ടക്കൈയിലുള്ള, ഇവിടെ താമസിക്കുന്ന മുണ്ടക്കൈയിലുള്ള ആൾക്കാരാണ് കൂടുതൽ മരണപ്പെട്ടിട്ടുള്ളത്. ഇവിടുത്തെ ഒരു സ്ഥിതി എന്താണിപ്പോൾ? ഇവിടുത്തെ ഒരു സ്ഥിതി പറഞ്ഞാൽ പിന്നെ നല്ല ചളിയാണ്, ചളി കയറിയിട്ടുണ്ട്. ഇവിടെ ഇതാണ് നമ്മളെ റോഡ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൃഷിയിടങ്ങളായിരുന്നു, ഏലം കാപ്പി പോലെ. പിന്നെ ഇവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ആർക്കും അങ്ങനെ വാസയോഗ്യമല്ല. അങ്ങോട്ടേക്ക് എന്താണ് മുബീറെ? ഇനി ഇങ്ങോട്ടേക്ക് അലൗഡ് ഉണ്ടാകും നമുക്ക് തോന്നുന്നില്ല. ഇനി നമ്മളെ എസ്റ്റേറ്റുകാരാണ്. എൻ്റെ വാപ്പ ഉമ്മക്ക് എസ്റ്റേറ്റുകാരാണ്. 0 തുടങ്ങിയതാണ്. അവർ പഠിപ്പിച്ച പോലെ നമ്മളും 0 സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു പ്രശ്നമില്ല. നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ മനസ്സിൽ. പ്രതീക്ഷിച്ചിരുന്നോ മുബീറെ ഇങ്ങനെ ഒരു? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഉരുള് പൊട്ടുന്നു പ്രതീക്ഷിച്ചിരുന്നു. കാരണം രാത്രി 12 ഞാൻ ബാംഗ്ലൂരാണ്, എൻ്റെ ഉമ്മയും ഉപ്പയാണ് ഇവിടെ ഉള്ളത്. 12:45 വരെ ഞങ്ങൾ ഗ്രൂപ്പുകളിലും നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മഴയുണ്ടോ. അവരൊന്നും, എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് മഴയൊന്നുമില്ല, നമ്മളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണോ അറിയില്ല, മഴയൊന്നുമില്ല, നിങ്ങൾ അവിടെ നന്നായി നിന്നോളൂ എന്ന് പറഞ്ഞ്. പക്ഷേ ഒരു 2 മണിയാകുമ്പോഴത്തേക്കും എല്ലാം ഒറ്റയടിക്ക് തീർന്നിരുന്നു. പിന്നെ ഒരു കുറച്ച് സമയം നമുക്കൊരു നിശ്ചലമായ അവസ്ഥയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല, ആരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ പതിയെ മനസ്സിലായത്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരിക ചെയ്തത്. മുബീറിനെ പോലെ ഒരുപാട് പേർ ഇപ്പോൾ അവരുടെ പ്രദേശത്തേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഇത്തരം കാഴ്ചകളെല്ലാം കാണുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, വയനാട്.